കൊച്ചി കലൂരിൽ ജോലി കഴിഞ്ഞ് പോയ 2 പെൺകുട്ടികൾ ഇന്ന് ആക്രമിക്കപ്പെട്ടു. ഇന്ന് വെളുപ്പിന് 4-4:30 മണിക്ക് അവർ ജോലി കഴിഞ്ഞ് കലൂര് അടുത്ത് ചക്കാലപ്പറമ്പ് റോഡിൽ കൂടെ നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് അവിടെ വെളുപ്പാങ്കാലത്ത് അവിടെ ഇരുന്ന 5-6 ആണുങ്ങളും 2 പെൺകുട്ടികളും ഇവർ നടന്നു പോയപ്പം ഇവരെ കമൻ്റ് അടിക്കുകയോ എന്തോ ചെയ്തു. ആ പെൺകുട്ടികളത് ചോദ്യം ചെയ്തു. അവർ ജോലി കഴിഞ്ഞ് ഉറക്കളച്ച് അവർ വീട്ടിലോട്ട് അവരുടെ വസതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ നടന്നു വരുമ്പോൾ ആ ഇടവഴി വെച്ചിട്ട് ചക്കാലപ്പറമ്പ് റോഡിൽ വെച്ചിട്ട് 5-6 പേരിന്ന് കമൻ്റ് അടിക്കുകയും ചെയ്തു. പെൺകുട്ടി അവരോട് തിരിച്ച് കമൻ്റ് അടിച്ചതിന് തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തു. ഇതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടികൾ നടന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പം ഇവർ 5-6 പേര് 2 പെൺകുട്ടികളും പിന്നാലെ വന്ന് അതിലൊരാൾ ആ പെൺകുട്ടിയെ നെഞ്ച് ചവിട്ടി ആ പെൺകുട്ടി വീഴുന്ന ദൃശ്യം നമ്മൾ കാണും. പെട്ടെന്ന് അതിൻ്റെ കൂടെയുള്ള പെൺകുട്ടി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പം ആ കുട്ടിയെയും ആക്രമിച്ചു. ആ കുട്ടി അവരുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും കണ്ടു. ഇതിനെ സംബന്ധിച്ച് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ 3 പേരെ പോലീസ് ഏതായാലും ഉടനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം കേരളത്തിലെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി റോഡിൽ കൂടെ നടക്കാൻ കഴിയില്ല എന്നാണ് വരുന്നത്. അവർ ജോലി ചെയ്തിട്ട് മടങ്ങി പോകുന്നവരായിരുന്നു 2 പേരും. നിഷ്കരണം അവരെ ചവിട്ടി വീഴ്ത്തുന്നത് നമുക്ക് കാണാം. ഭാഗ്യത്തിന് അവിടെയുള്ള CCTV ദൃശ്യം അത് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ചവിട്ടി വീഴ്ത്തി ആരാണെന്ന് അറിയില്ല. ഇവർക്ക് മുൻപരിചയമില്ല അവരെ. പക്ഷേ അവർ കലൂരിലുള്ള ഒരു ഹോട്ടൽ ഉടമ ആ കൂടെ ഉണ്ടായിരുന്നു, അക്ബർ. അയാൾ ഒളിവിപ്പോയെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 6 പേരും 2 പെൺകുട്ടികളുമാണ് ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അതിന് കൂട്ടുനിന്നതും. അതുകൊണ്ട് 10 പേർക്കെതിരായി എറണാകുളത്ത് കേസ് ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഹോട്ടലിലെ ഉടമ അയാൾ ഈ കൂടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അയാൾക്ക് ചില ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അയാൾ ഒളിവിൽ പോയി. ഏതായാലും റോഡിൽ കൂടി ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല പെൺകുട്ടികൾക്ക് എന്നാണ് ഇത് മനസ്സിലാകുന്നത്. മൃഗ സ്വഭാവമുള്ള ആൺകുട്ടികളാണ് ഇത് ചെയ്തത്. അതേ സമയത്ത് ആ കൂടെ ഇരുന്ന 2 പെൺകുട്ടികൾ ഒരുത്തി ഇതിന് കൂട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം മൃഗസ്വഭാവ വാസന എല്ലാവർക്കും ഉണ്ട്, പെൺകുട്ടികൾക്കും ഉണ്ട് എന്നാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത്. സാമൂഹിക വിരുദ്ധരായ ഇവരെല്ലാം തീർച്ചയായിട്ടും അവരൊക്കെ ഒരു സംസ്കാരമുള്ള രീതിയിൽ പെരുമാറാനും തൻ്റെ സഹജീവികളായ തങ്ങളെപ്പോലെ തന്നെ ജോലി ചെയ്ത് മടങ്ങി വരുന്നവരെ കണ്ടിട്ടും അവർക്കൊരു ആശ്വാസം കൊടുക്കാനോ അല്ലെങ്കിൽ അവരോടൊരു സ്നേഹം കാണിക്കാനോ അനുകമ്പ കാണിക്കാനോ അനുതാപം കാണിക്കാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല. പകരം അവരെ കളിയാക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ ചവിട്ടിത്തള്ളി താഴെ ഇടുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. മലയാളികൾ തീർച്ചയായിട്ടും വളരെയധികം മാറാനുണ്ട്. പക്ഷേ ഇത് അന്യ സംസ്ഥാന തൊഴിലാളികളാരും അല്ല. ഇതവിടുത്തെ ലോക്കലായിട്ടുള്ള മലയാളി കുട്ടികളാണ്. ഉടമസ്ഥനും ഹോട്ടൽ ഉടമയും അവരോടൊപ്പം ചേർന്നു എന്നാണ് വരുന്ന വാർത്തകൾ. ഈ കലൂർ എന്തായാലും എറണാകുളത്തെ ഏറ്റവും തിരക്കുള്ള NHൻ്റെ ഒരു ഏരിയയാണ്, സെൻറ്ററാണ്. അവിടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, നടന്നു പോയിട്ടുണ്ട് പല സന്ദർഭത്തിൽ. അവിടെ ആ ചക്കാലപ്പറമ്പ് റോഡിലെ ആ തെരുവ്, ആ ഒരു ഇടറോഡ് വലിയ ആൾക്കൂട്ടമുള്ളതാണ്. അവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷൻ ഇവരെയൊക്കെ പലരെയും ശല്യം കാരണം അവിടെ ഒരു വലിയ ബോർഡും വെച്ചിട്ടുണ്ട്. കാരണം അവിടെ കിടന്ന് അലമ്പ് കാണിച്ചാൽ അവർ ഇടപെടും, വാണിംഗ് കൊടുക്കും, അവർ ശക്തമായ നടപടിയെടുക്കും എന്നൊക്കെ കൂടി സാധാരണഗതിയിൽ റെസിഡൻറ്റ് അസോസിയേഷൻ ഒരു ബോർഡ് മാത്രമേ വെക്കാറുള്ളൂ. പക്ഷെ അവിടെ നടക്കുന്നത് ആ പ്രവൃത്തിയെ അങ്ങനെ ഉണ്ടായാൽ അതിനെ നേരിടും, അതിനെ പാഠം പഠിപ്പിക്കും എന്നുകൂടി അവിടുത്തെ ബോർഡിൽ റെസിഡൻറ്റ് അസോസിയേഷൻ എഴുതി വെച്ചെന്ന് പറഞ്ഞപ്പോൾ കലൂര് ഈ ചക്കാലപ്പറമ്പിൽ എപ്പോഴും രാത്രിയും പകലും വളരെ തിരക്കുള്ളതാണ്. പല കുട്ടികളും അവിടെ വന്ന് താമസിക്കുന്നുണ്ട്, അവിടെ ജോലിക്കാർ പലരും താമസിക്കുന്നുണ്ട്. അത് നഗരത്തിൻ്റെ ഹൃദയഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാനൊക്കുള്ളൂ. രാവും പകലും ഒരുപോലെ തിരക്ക് ഈ ചക്കാലപ്പറമ്പ് റോഡിലുണ്ട്. ആ വഴി നടന്നു പോയ കുട്ടികളെയാണ്
വെളുപ്പാൻ കാലത്ത് 4-4:30 സമയത്ത് ഇവർ ആക്രമിച്ചതും പിന്നാലെ നടന്ന ആ കൊച്ചിനെ ചവിട്ടി വീഴ്ത്തുന്നതുമൊക്കെ. ഏതായാലും ഈ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ധാരാളം പേരും. വളരെ വയലൻ്റാണ്, അഗ്രസീവാണ് അവരുടെ പെരുമാറ്റവും സംസാരവും. അവരുടെ ഒരു വൈകൃതമാണ് അവരുടെ സ്വഭാവത്തിന്. ആ രീതിയിലെ മൃഗീയ വാസനകൾ ഈ മനുഷ്യരെ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മനസ്സിൽ തളം കെട്ടി കിടക്കുകയാണ്. അത് പുറത്തേക്ക് വമിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇവിടുത്തെ ജൻസികൾ ഈ രീതിയിലുള്ള പ്രവൃത്തികൾ നല്ലതല്ല. അവർ സാംസ്കാരിക നിലവാരം അവരെ ഉയരണം. അതനുസരിച്ചുള്ള അവർക്കുള്ള ക്ലാസ്സുകൾ കൊടുക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ടാകണം. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അമ്മമാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ സ്വതന്ത്രമായി രാവും പകലും ഈ റോട്ടിൽ കൂടെ നടക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക്, ഒരു സാംസ്കാരിക നിലവാരത്തിലേക്ക് നമ്മൾ എത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.